ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ഡെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ BFO, APO, CEO വരുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് കൃത്യം ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മധ്യകാല കേരളമാണ്. അപ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് മധ്യകാല കേരളത്തിന്റെ കാലഘട്ടമാണ്. എത്രയാണ്? CE 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള ഇതാണ് എന്ത്? മധ്യകാലം എന്ന് പറയുന്നത്. ഓക്കെ, മധ്യകാല കേരളം എന്ന് പറയുന്നത് എന്താണ്? CE 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മധ്യകാല കേരളം എന്ന് പറയുന്നതിന്റെ കാലഘട്ടം. അപ്പൊ നമുക്ക് ആദ്യം ചിത്രത്തിൽ തന്നിട്ടുള്ളത് എന്താണ്? ജൂതച്ചെപ്പേടാണ്. ജൂതച്ചെപ്പേടിന്റെ ചിത്രമാണ്. അത് എഴുതിയിരിക്കുന്ന ലിപി ഏതാണ്? വട്ടെഴുത്ത് ലിപിയാണ്. അപ്പോൾ മധ്യകാല കേരളത്തെ പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളെ പറയുന്ന പേരാണ് എന്ത്? ചെപ്പേടുകൾ. ചെപ്പേടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യകാല കേരളത്തെ പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടത് എന്താണ്? ജൂതച്ചെപ്പേടിന്റെ ചിത്രമാണ്. അപ്പോൾ ചെപ്പേടുകൾ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ചെപ്പേടുകൾ എന്ന് പറയുന്നത്. ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേടുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തിക്കൊടുത്ത അധികാര രേഖകൾ പ്രധാനമായും ചെപ്പേടുകളിലായിരുന്നു. അപ്പൊ നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തിക്കൊടുത്ത അധികാര രേഖകളാണ് ചെപ്പേടുകളിലായിരുന്നത്. ഓക്കെ, ചെപ്പേടുകളിലാണ് അവർ അങ്ങനെയുള്ള അധികാര രേഖകൾ ചാർത്തിക്കൊടുത്തിരുന്നത്. അതിന് ഉദാഹരണം, ഇങ്ങനെയുള്ള ചെപ്പേടുകൾക്ക് ഉദാഹരണമാണ് തരിസാപ്പള്ളി ചെപ്പേട്, ജൂതച്ചെപ്പേട് എന്നിവ. ഓക്കെ, അപ്പൊ ചില ചെപ്പേടുകളിൽ നാടുവാഴികളുടെ ഭരണവർഷവും രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ എന്താണ് ചെപ്പേട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് വട്ടെഴുത്ത് എന്ന പഴയകാല ലിപിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ചെപ്പേടുകൾ എഴുതിയിരിക്കുന്ന ലിപി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വട്ടെഴുത്താണ്. ഓക്കെ, വട്ടെഴുത്ത് എന്ന് പറയുന്ന ലിപിയിലാണ് ചെപ്പേടുകൾ എഴുതിയിരിക്കുന്നത്. മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി 5 വണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ ജൂതച്ചെപ്പേടിൽ ഉള്ളത്. ഓക്കെ, നമുക്ക് മുകളിൽ തന്നിട്ടുള്ള ജൂതച്ചെപ്പേട് എന്താണ്? ആരെഴുതിയതാണ്? ഭാസ്കര രവി. മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി 5 വണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ ജൂതച്ചെപ്പേടിൽ ഉള്ളത്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് പെരുമാക്കൾ. എന്താണ് പെരുമാക്കൾ? കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ മൂവേന്തന്മാരുടെ ഭരണമാണ് നിലനിന്നിരുന്നത്. അതായത് കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ ആരുടെ ഭരണമാണ് നിലനിന്നിരുന്നത്? മൂവേന്തന്മാരുടെ. കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ ആരുടെ ഭരണമാണ് നിലനിന്നിരുന്നത് എന്ന് ചോദിച്ചാൽ മൂവേന്തന്മാരുടെ ഭരണമാണ്. അപ്പോൾ CE 9ാം നൂറ്റാണ്ടോടുകൂടി മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. അപ്പോൾ രാജഭരണം, മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വരുന്നത് എപ്പോഴാണ്? CE 9ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ്. അപ്പൊ ഇവിടുത്തെ രാജാക്കന്മാരാണ് പെരുമാക്കൾ എന്നറിയപ്പെട്ടിരുന്നത്. CE 9ാം നൂറ്റാണ്ടോട് കൂടി മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. അപ്പൊ ഈ മഹോദയപുരത്തുള്ള രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത്? പെരുമാക്കൾ എന്ന് പറയുന്നത്. മഹോദയപുരം കേന്ദ്രമാക്കിയിട്ടുള്ള രാജാക്കന്മാരാണ് പെരുമാക്കൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ പെരുമാക്കൾ എന്ന് പറയുന്നത്, അതായത് മഹോദയപുരം എന്ന് പറയുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ്. ഓക്കെ, ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ് എന്ത്? മഹോദയപുരം എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ പെരുമാക്കന്മാരുടെ മറ്റു പേരുകളാണ് ചേരൻ, ചേരമാൻ തുടങ്ങിയ പേരുകൾ. ഓക്കെ, പെരുമാക്കന്മാർ മറ്റു പേരുകളിലും അറിയപ്പെട്ടിരുന്നു. എന്തൊക്കെയാണത്?
ചേരൻ, ചേരമാൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നതും ആരാണ്? പെരുമാക്കന്മാരാണ്. അപ്പൊ പെരുമാക്കന്മാർ എന്ന് പറയുന്നത് ആരാണ്? മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നടത്തിയിരുന്നവരാണ് പെരുമാക്കന്മാർ എന്നറിയപ്പെട്ടിരുന്നത്. ഈ പെരുമാക്കന്മാർ അല്ലെങ്കിൽ മഹോദയപുരം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ്. പെരുമാക്കന്മാർ അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളാണ് ചേരൻ, ചേരമാൻ തുടങ്ങിയവ. ചില ഭരണാധികാരികൾ കുലശേഖരൻ എന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചിരുന്നു. അപ്പോൾ പെരുമാക്കന്മാരിൽ ആയിട്ടുള്ള ചില ഭരണാധികാരികൾ എന്താണ് സ്വീകരിച്ചിരുന്ന സ്ഥാനപ്പേരാണ് കുലശേഖരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചിത്രം നോക്കുക. ഇതില് കോലത്ത് നാട് മുതൽ വേണാട് വരെയാണ് പെരുമാക്കന്മാരുടെ ഭരണം നിലനിന്നിരുന്നത്. ഓക്കെ, പെരുമാക്കന്മാരുടെ ഭരണം നിലനിന്നിരുന്നത് എവിടെ മുതലാണ്? വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെയാണ് പെരുമാൾ ഭരണം വ്യാപിച്ചിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാടുവാഴികൾ. ഓക്കെ, എന്താണ് നാടുവാഴി സ്വരൂപങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നാടുകൾ ഭരിച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേരാണ് നാടുവാഴികൾ. നാടുകൾ ഭരിച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേരാണ് നാടുവാഴികൾ. നാടുവാഴി സ്വരൂപങ്ങൾ എന്ന് വെച്ചാൽ 12ാം നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം അവസാനിച്ചു. നമ്മൾ പറഞ്ഞു പെരുമാക്കന്മാർ എന്ന് പറയുന്നത് മഹോദയപുരം കേന്ദ്രമാക്കിയിട്ടുള്ള രാജാക്കന്മാരാണ് എന്താണ് പെരുമാക്കന്മാർ. അപ്പോൾ 12ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് പെരുമാൾ ഭരണം അവസാനിച്ചു. അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ അതത് നാടുകളിൽ സ്വന്തം നിലയ്ക്ക് ഭരണം ആരംഭിച്ചു. പെരുമാൾ ഭരണം അവസാനിച്ചതോട് കൂടിയിട്ട് അതത് നാട്ടിലുള്ള നാടുവാഴികൾ അവരുടെ സ്വന്തം നിലയ്ക്ക് ആരംഭിച്ചു? ഭരണം ആരംഭിച്ചു. അപ്പോൾ ഇങ്ങനെ നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത്? സ്വരൂപങ്ങൾ എന്നുള്ളത്. ഓക്കെ, നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് സ്വരൂപങ്ങൾ. അപ്പൊ നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ മാത്രമല്ല, നാടുവാഴികളുടെ കുടുംബവും അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? സ്വരൂപം എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങളും നാടുവാഴികളുടെ കുടുംബവും അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത്? സ്വരൂപം എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നമുക്ക് കുറേ സ്വരൂപങ്ങൾ പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വേണാട് ഭരിച്ചിരുന്നത് എന്ത് സ്വരൂപമാണ്? തൃപ്പാപ്പൂർ സ്വരൂപമാണ്. വേണാട് ഭരിച്ചിരുന്ന സ്വരൂപം ഏതാണ്? തൃപ്പാപ്പൂർ സ്വരൂപമാണ്. കൊച്ചി ഭരിച്ചിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപം. വേണാട് ഭരിച്ചിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം, കൊച്ചി ഭരിച്ചിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപമാണ്. കോഴിക്കോട് ഭരിച്ചിരുന്നത് ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപം. കോഴിക്കോട് ഭരിച്ചിരുന്ന സ്വരൂപം ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപം. ചിറക്കൽ ഭരിച്ചിരുന്നത് കോല സ്വരൂപമാണ്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. വേണാട് ഭരിച്ചിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം, കൊച്ചി ഭരിച്ചിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോട് ഭരിച്ചിരുന്നത് നെടിയിരുപ്പ് സ്വരൂപം, ചിറക്കൽ ഭരിച്ചിരുന്നത് ഏതാണ്? കോല സ്വരൂപം എന്നിവയുമാണ്. ഇനി CE 9 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ കച്ചവടം നടത്തിയ സംഘങ്ങളാണ് അഞ്ചുവണ്ണവും മണിഗ്രാമവും. ഓക്കെ, അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നിവ എന്താണ്? CE 9 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ കച്ചവടം നടത്തിയ സംഘങ്ങളാണ്. കേരളത്തിന്റെ കടൽത്തീര പട്ടണങ്ങളായിരുന്നു ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ. അപ്പൊ അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നിവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ എവിടെയായിരുന്നു? കേരളത്തിന്റെ കടൽത്തീര പട്ടണങ്ങളായിരുന്നു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്താണ് മണിപ്രവാള രീതി? മണിപ്രവാളം എന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് ഒരു ഭാഷാ ശൈലി രൂപം കൊണ്ടു. അതാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും കൂടെ ചേർന്നിട്ട് ഒരു ഭാഷാ ശൈലി രൂപം കൊണ്ടു. അതാണ് എന്ത്? മണിപ്രവാളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മണിപ്രവാളം എന്ന് പറയുന്ന ഭാഷയിൽ ഒത്തിരി ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ ആണ് ഉണ്ണുനീലി സന്ദേശം. ഉണ്ണുനീലി സന്ദേശം എന്തിന് എക്സാമ്പിൾ ആണ്? മണിപ്രവാളം എന്ന് പറയുന്ന ഭാഷയ്ക്ക് രചിക്കപ്പെട്ട ഗ്രന്ഥത്തിന് എക്സാമ്പിൾ ആണ്. അതുപോലെ മധ്യകാലഘട്ടത്തിലെ പ്രധാന അങ്ങാടികൾ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി തുടങ്ങിയവയാണ് അന്നത്തെ പ്രധാന അങ്ങാടികൾ. അതുപോലെ പ്രധാന തുറമുഖങ്ങളായിരുന്നു കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം. കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം തുടങ്ങിയവയായിരുന്നു അന്നത്തെ കാലത്തെ പ്രധാന തുറമുഖങ്ങൾ. നമ്മൾ പറഞ്ഞു മണിപ്രവാള കൃതിയാണ് എന്ത്? ഉണ്ണുനീലി സന്ദേശം. അപ്പൊ ഉണ്ണുനീലി സന്ദേശം എഴുതിയിരിക്കുന്ന ഭാഷ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മണിപ്രവാളമാണ്.
അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ മാഹ്വാൻ എന്ന ചൈനീസ് സഞ്ചാരി. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ആരാണ്? മാഹ്വാൻ ആണ്. അപ്പോൾ അദ്ദേഹം കോഴിക്കോട് തുറമുഖത്തെയും അവിടുത്തെ കച്ചവടത്തെയും പറ്റി പറഞ്ഞിട്ടുള്ള വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ വേർഡ്സ് തന്നിട്ട് ഇത് ആരുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണം. അപ്പൊ നോക്കാം. ചൈനയിൽ നിന്ന് ഒരു കപ്പൽ എത്തുമ്പോൾ രാജാവിന്റെ പ്രതിനിധിയായ ഷാബന്ദർ കോയയും ഒരു ദല്ലാളും കപ്പലിലെത്തും. കപ്പലിലെ വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കി ചരക്കുവില കണക്കാക്കാൻ ഒരു ദിവസം നിശ്ചയിക്കും. ആദ്യം പട്ടുവസ്ത്രങ്ങൾ. വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രതിജ്ഞ എടുക്കുമായിരുന്നു. നിങ്ങളുടെ ചരക്കുകളുടെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും അതിൽ മാറ്റങ്ങൾ വരുത്തുവാൻ പാടുള്ളതല്ല. അപ്പം ഇതാര് പറഞ്ഞതാണ്? 15-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള മാഹ്വാൻ എന്ന് പറയുന്ന ചൈനീസ് സഞ്ചാരി പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അടുത്തത് ഭാഷ, സാഹിത്യം, കല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. മലയാളം തമിഴിൽ നിന്നും രൂപപ്പെട്ടുവെന്ന ഭാഷയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പോൾ മലയാളം വന്നിരിക്കുന്നത് ഏതു ഭാഷയിൽ നിന്നാണ് കരുതപ്പെടുന്നത്? തമിഴിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഭാഷയാണ് മലയാളം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതുപോലെ സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഭാഷയാണ്. സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഭാഷയാണ്. നമ്മൾ പറഞ്ഞു ചെപ്പേട് എഴുതിയിരിക്കുന്നത് ഏത് ലിപിയിലാണ്? വട്ടെഴുത്തിലാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നീ ലിപികളിലാണ് പഴയ മലയാളം എഴുതിയിരിക്കുന്നത്. അപ്പൊ പഴയ മലയാളം ലിപികളാണ് ഏതൊക്കെ? വട്ടെഴുത്തും അതുപോലെ തന്നെ കോലെഴുത്ത്. നമ്മൾ പറഞ്ഞു വട്ടെഴുത്തിലാണ് എന്ത് എഴുതിയിട്ടുള്ളത്? ജൂത ചെപ്പേട് എഴുതിയിരുന്നത്. അതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം. അറബി മലയാളം എന്ന് പറയുമ്പോൾ എന്താണ്? മിക്സ്ഡ് ആണ് അല്ലെ. അറബി മലയാളം രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം. അറബി ലിപിയായിരുന്നു ഇത് എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അറബി മലയാളം എന്ന് പറയുന്ന സങ്കര ഭാഷ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അറബി ലിപിയിലാണ് അറബി മലയാളം എഴുതിയിരുന്നത്. അതുപോലെ മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിയിച്ച കൃതികളാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ രാമായണം, മഹാഭാരതം കിളിപ്പാട്ടുകൾ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ എന്നിവ. അപ്പോൾ മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിയിച്ച കൃതികൾ ഏതൊക്കെയാണ്? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ രാമായണം, മഹാഭാരതം കിളിപ്പാട്ടുകൾ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ. ഇവയാണ് മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിയിച്ച കൃതികൾ. അതുപോലെ 17-ാം നൂറ്റാണ്ടിൽ ഖാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹീദ്ദീൻ മാലയും 18-ാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ച പുത്തൻ പാനയും മലയാള ഭാഷയുടെ പുരോഗതിക്ക് സഹായകമായി. അപ്പോൾ നമ്മൾ +2 പ്രിലിംസിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? മൂഷക വംശകാവ്യം രചിച്ച ആരാണ്? അതുലൻ എന്ന് പറഞ്ഞപ്പോൾ അതിൽ നമുക്ക് ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഖാസി മുഹമ്മദ്, അർണോസ് പാതിരി, ഓക്കെ, സംഗ്രാമ മാധവനൊക്കെ. അപ്പോൾ അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഖാസി മുഹമ്മദ്, അപ്പൊ അദ്ദേഹത്തിന്റെ കൃതിയാണ് മുഹീദ്ദീൻ മാല. മുഹീദ്ദീൻ മാല രചിച്ചത് ആരാണ്? ഖാസി മുഹമ്മദ് ആണ് 17-ാം നൂറ്റാണ്ടിൽ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരാം. 17-ാം നൂറ്റാണ്ടിൽ മുഹീദ്ദീൻ മാല രചിച്ചത് ആരാണ്? ഖാസി മുഹമ്മദ് ആണ്. ഓക്കെ, 17-ാം നൂറ്റാണ്ടിൽ രചിച്ച മുഹീദ്ദീൻ മാലയുടെ രചയിതാവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഖാസി മുഹമ്മദ് ആണ്. അതുപോലെ അർണോസ് പാതിരിയുടേതാണ് പുത്തൻ പാന. പുത്തൻ പാന രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? 18-ാം നൂറ്റാണ്ടിലാണ് പുത്തൻ പാന രചിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ പുത്തൻ പാന രചിച്ചത് ആരാണ്? അർണോസ് പാതിരിയാണ്. ഓക്കെ, അതുപോലെ ഇവയ്ക്ക് പുറമെ വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, തൊഴിൽ പാട്ട് എന്നിവയും മലയാള ഭാഷയെ കൂടുതൽ ജനകീയമാക്കി. എന്തൊക്കെയാണ്? വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, തൊഴിൽ പാട്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിയിച്ച കൃതികൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ രാമായണം, മഹാഭാരതം കിളിപ്പാട്ടുകൾ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ. അതുപോലെ 17-ാം നൂറ്റാണ്ടിൽ മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന കൃതി രചിച്ചത് ഖാസി മുഹമ്മദ് ആണ്. പുത്തൻ പാന രചിച്ചതാണ് ആരാണ്? അർണോസ് പാതിരിയാണ്.
അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലകൾ ക്ഷേത്രങ്ങളോട് ചേർന്ന കൂത്തമ്പലങ്ങളിലാണ് അരങ്ങേറിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവ ക്ഷേത്ര കലകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ക്ഷേത്ര കലകൾ ഏതൊക്കെയാണ്? കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലകളാണ്. അവ ക്ഷേത്രങ്ങളോട് ചേർന്ന കൂത്തമ്പലങ്ങളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ക്ഷേത്ര കലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ തെയ്യം, തിറ, കളംപാട്ട് തുടങ്ങിയവ അനുഷ്ഠാന കലകളാണ്. എന്തുകൊണ്ടാണ്? അവ നടത്തുന്നത് കാവുകളിലും മറ്റ് ആരാധനാലയങ്ങളിലുമാണ്. കാവുകളിലും മറ്റ് ആരാധനയിടങ്ങളിലുമാണ് നടത്തുന്നത്. അതുകൊണ്ട് അവ അറിയപ്പെടുന്ന പേരെന്താണ്? അനുഷ്ഠാന കലകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അനുഷ്ഠാന കലകൾ? തെയ്യം, തിറ, കളംപാട്ട് തുടങ്ങിയവയാണ് അനുഷ്ഠാന കലകൾ. കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയവ എന്താണ്? ക്ഷേത്ര കലകളാണ്. അടുത്തത് വിജ്ഞാനം. വിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയാം. പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ. പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ. അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം. അപ്പൊ പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ശങ്കരനാരായണൻ. അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥം ശങ്കരനാരായണീയം. അപ്പൊ ശങ്കരനാരായണീയം എന്ന് പറയുന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ശങ്കരനാരായണനാണ്. അതുപോലെ ഗണിതശാസ്ത്ര രംഗത്ത് സംഗ്രാമ മാധവൻ നൽകിയ സംഭാവനകൾ ലോക ശ്രദ്ധ നേടി. ഗണിതശാസ്ത്ര രംഗത്ത് പ്രാവീണ്യം നേടിയ ആളാണ് സംഗ്രാമ മാധവൻ. ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം എഴുതിയതും അക്കാലത്തായിരുന്നു. അപ്പോൾ ആയുർവേദ മധ്യകാല കേരളത്തിലെ ആ സമയത്ത് മധ്യകാലഘട്ടത്തിലുള്ള ആയുർവേദ ഗ്രന്ഥമാണ് അഷ്ടാംഗ ഹൃദയം. ചരിത്ര വിവരങ്ങൾ അടങ്ങിയ മൂഷക വംശവും തുഹഫത്തുൽ മുജാഹിദീനും മധ്യകാലഘട്ടത്തിലെ സൃഷ്ടികളാണ്. മൂഷക വംശം നമ്മൾ പറഞ്ഞു, +2 പ്രിലിമിനറിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുലനാണ് എഴുതിയതെന്ന് പറഞ്ഞു. അതുപോലെ തുഹഫത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് എഴുതിയിട്ടുള്ളത്. തുഹഫത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ശങ്കരനാരായണൻ. ശങ്കരനാരായണീയം എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ശങ്കരനാരായണനാണ്. അതുപോലെ മധ്യകാലഘട്ടത്തിലെ പ്രധാന ആയുർവേദ ഗ്രന്ഥമാണ് അഷ്ടാംഗ ഹൃദയം. മൂഷക വംശം എഴുതിയത് ആരാണ്? അതുലനാണ്. തുഹഫത്തുൽ മുജാഹിദി എഴുതിയത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. അതുപോലെ അക്കാലത്തെ വിദ്യാ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് ശാലകൾ. മധ്യകാലത്തെ വിദ്യാ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ശാലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഈ ശാലകൾ, അതായത് വിദ്യാ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചായിരുന്നു. ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ എന്താണ് വിളിച്ചിരുന്നത്? പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മധ്യകാല കേരളത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക.